ബീപ്പിടുന്നതാണ് ഏറ്റവും വലിയ അപകടം. എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത്, ഇപ്പോൾ കുണ്ടി എന്നാണ് പറഞ്ഞതെങ്കിൽ അതങ്ങ് കേൾപ്പിച്ച ആൾക്കാർക്ക് പ്രശ്നമില്ല. ബീപ്പിടുമ്പം അപ്പം തന്നെ കുട്ടികൾ അങ്ങോട്ട് നോക്കി എന്താണ് അവിടെ പറഞ്ഞത്, എൻ്റെ അമ്മമാർ ആ പറഞ്ഞത് എന്തിനാ നീ അറിയുന്നത് എന്ന് പറയുന്ന നോട്ടങ്ങളും എംബാരസ്മെൻറ്റ്. എന്താ പറഞ്ഞതെന്നങ്ങ് അറിയിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുല്ല് എന്ന് വിളിച്ചപ്പോഴും അന്ന് സിനിമയിൽ തെറി വിളിച്ചപ്പോഴും ഒരു കാര്യം, നമുക്ക് വിവേചന ബുദ്ധി നന്നായിട്ട് വേണം. അതാരെ വിളിച്ചു, എന്ത് കോണ്ടെക്സ്റ്റിൽ വിളിച്ചു, വളരെ ശ്രദ്ധിക്കണം അല്ലേ. നമുക്കത് ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റൂ. അച്ഛൻ കുടിയനായ ഒരച്ഛൻ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും നടുപിടിച്ച് ഓടിക്കുന്ന കണ്ടാൽ അതിനപ്പുറത്തെ തെറിയുണ്ടെങ്കിൽ വിളിക്കണം, കുനിച്ചേർത്ത് ഇടിയും കൊടുക്കണം. അത് സമൂഹം പഠിക്കണം വേണ്ടേ? അതെൻ്റെ സിനിമകളിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെട്ടത്? അത് അവരുടെ ജീവിതത്തിൽ അവലംബിക്കണമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിനിമ എന്ന് പറയുന്നത് അത് സിനിമയിലാണ് എന്ന് പറഞ്ഞ് തള്ളാനൊന്നും ഒക്കത്തില്ല. തള്ളാൻ പറ്റുമെന്ന് വേണമെങ്കിൽ കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ നല്ല, ലോകത്തെ മുഴുവൻ ജനങ്ങളെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ടിട്ട് നോക്ക്, വിവരം അറിയും. ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഒന്നും ഒരു അഭിപ്രായം പറയത്തില്ല, ഞാനത് നോക്കിയിട്ടുമില്ല. അല്ല, യു ക്യാൻ യൂസ് ദിസ്. അതൊന്നും എൻ്റെ കാര്യം അവർ നോക്കുന്നില്ല. ലാല് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നീ എന്തിനാ ഇങ്ങനെ ഈ ഗ്യാപ്പ് ഇടുന്നത്, നീ പടങ്ങൾ ചെയ്യട്ടോ, പറയത്തില്ലല്ലോ. മമ്മൂക്കയും പറയത്തില്ലല്ലോ. ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സുരേഷേട്ടാ ഇങ്ങനെ വെറുതെ ഇരിക്കില്ലേ നിങ്ങൾ, എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പടം വന്ന് ചെയ്. രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ, ഷാജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ. അപ്പോഴും ദിലീപ് ചോദിക്കുന്ന അതാണ്. അപ്പോൾ ദിലീപിനറിയാം എന്താണ് ഒരു ആക്ടറെ ആക്റ്റീവായി ഭയങ്കര വൈബ്രൻ്റായി നിലനിർത്തുന്നത് എന്താണെന്ന് ദിലീപിനറിയാം. കാരണം അവൻ ഒരു ആക്ടറിനേക്കാൾ നല്ല ഡയറക്ടറാണ്, ഒരു ഡയറക്ടറെയും ആക്ടറേക്കാൾ നല്ല പ്രൊഡ്യൂസറാണ്, നല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. സിനിമയിൽ പഠനമില്ല, അറിയുന്നത് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ചിന്തിച്ച്, സിനിമയെന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ്. നമുക്ക് അങ്ങ് വൈൽഡാവാം അല്ലേ. ആരുടെ കൂടെ വേണമെങ്കിലും രമിക്കാം, അതിൻ്റെ കാഴ്ചകളിങ്ങനെ കാണാം, കണ്ടിട്ട് അതിൽ നിന്നെല്ലാം ഒരു കെമിസ്ട്രി എടുത്തിട്ട് അത് നമ്മുടെ പ്രകടനത്തിൽ കൊണ്ടുവരാം. ഭ്രാന്തിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ്, ട്രാൻസ്ലേഷൻസ്, ഇതൊക്കെ നമുക്ക് കൽപ്പന ചെയ്തിട്ട് അത് ആവാഹിച്ച് അത് പേശികളിലൂടെ കൊണ്ടുവരാൻ പറ്റണം. അതിന് ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് 25 അല്ലെങ്കിൽ 30 വർഷത്തെ ഒരു ചലച്ചിത്ര പ്രവർത്തനത്തിലൂടെയാണ് അത് കിട്ടുന്നത്. അല്ലാതെ പഠിച്ച് നമുക്കെടുക്കാൻ പറ്റുന്നതല്ല. പഠനം എന്ന് പറയുമ്പോൾ സിനിമ ഇതര പഠനം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സാമൂഹിക വിഷയങ്ങളിലാണ്. അതിനൊരു ബേസിക് ഫണ്ടമെൻ്റൽ കോഴ്സൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നല്ല വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കതിന് പറഞ്ഞു തരാൻ ഒരുപാട് നല്ല, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ കുറച്ച് ചിന്തിച്ചും കുറച്ച് ഇൻറ്റ്യൂഷനും, അത് നല്ല പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. ഇപ്പം അമ്മ മരിച്ചു, അമ്മയെ ജീവനോടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പാദത്തിൽ തൊട്ട് അമ്മയുടെ ആ നഖം എല്ലാം കാണും. ആ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് മുകളിലോട്ട് വരുമ്പോൾ അമ്മയുടെ ഒരു പല്ല് ഉന്തിയിട്ടാണ്. അപ്പോൾ ചുണ്ടിങ്ങനെ ഫുൾ ക്ലോസ് ആകത്തില്ല. കവളത്തോട്ട് പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് ഒരിത്തിരി തുപ്പൽ പറ്റിയതും ഇതെല്ലാം കാണും. കണ്ടിട്ട് അമ്മയുടെ ആ ഉമ്മ ഏറ്റുവാങ്ങി നേരെ അച്ഛൻ്റെ പാദത്തിലേക്ക് പോകും. അച്ഛൻ്റെ തള്ളവിരലിൻ്റെ നഖം കുറച്ച് ചെത്തിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദ്രവിച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ പോയിട്ട് അതെല്ലാം കാണും. എല്ലാം ഇമാജിനറിയാണ്. ആ പാദത്തിൽ തൊട്ട് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കുന്നത് ഞാൻ ഉമ്മ വയ്ക്കുന്ന കണക്ക് അല്ല, ഞാൻ അച്ഛനെ പോലെയാണ് ഉമ്മ വയ്ക്കുന്നത്. ഈ കവളത്തോട്ട് ഇങ്ങനെ മൂക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ശ്വാസത്തിലൂടെ നമ്മുടെ ഗന്ധം വലിച്ചു കയറ്റും. ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയും എൻ്റെ സുഹൃത്തുക്കളെയും എല്ലാം ഉമ്മ വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ മൊത്തം ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ എല്ലാവരും കോളേജിലും സ്കൂളിലും പഠിപ്പിച്ച എല്ലാ സാറുമാരുടെയും പെറ്റായിരുന്നു ഞാൻ. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ എല്ലാവരെയും ഓടിച്ചെൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരും. പഠിച്ച സ്കൂള്, സുഹൃത്തുക്കൾ, പഠിച്ച കോളേജ്, അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാവരെയും ഇങ്ങനെ സിനിമയിലെ ഫ്രെയിംസ് പോലെ ഇങ്ങനെ ഒരു 5 ഫ്രെയിമിൽ വന്ന് ആ മുഖം തന്നിങ്ങനെ പോകും. ഇത്രയും പേരുടെ പാദത്തിൽ തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരെ ഇഷ്ടദേവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഗുരുവായൂരപ്പൻ, മൂകാംബിക ദേവി, ഭരണിക്കാവിലമ്മ. പിന്നെ ഞാൻ പോയിട്ടുള്ള അമ്പലങ്ങൾ
ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അമ്പലങ്ങൾ എല്ലാ ദേവന്മാരെയും ഒരു അരമണിക്കൂർ 40 മിനിറ്റ് പ്രോസസ്സായത്. അത് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലോറിലേക്ക് കയറുന്നത്. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾ വരെ സത്യമായി എനിക്കിങ്ങനെ വരും. അത് ഞാൻ അഴീക്കോട് മാഷ് മരിക്കുന്നതിനൊരു 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന് നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലെ മുക്കുടി കൊണ്ടുചെന്ന് നാവിൽ വെച്ച് കൊടുത്തു. അപ്പം ഒരു വിശ്വാസിയല്ല പുള്ളി. ഞാൻ പറഞ്ഞ എൻ്റെ വിശ്വാസമാണ്, ഞാനൊന്ന് വെച്ചോട്ടെ പറഞ്ഞ്. അധികമില്ല. ഞാൻ പറഞ്ഞത് അധികമാക്കാൻ വേണ്ടിയല്ല, ഒരിത്തിരി നല്ലത് വെച്ചു. എന്നെ വലിയ ഇഷ്ടമാണ്. നാവിലേക്ക് വെച്ചു. ഞാൻ പറഞ്ഞ ഗുരുവായൂരെ കളഭം ഞാൻ റൂമിൽ വെച്ച് പോയി. ഇപ്പം മന്ത്രി VS ശിവകുമാർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വരാൻ പറയാം. അദ്ദേഹം കൊണ്ടുവന്ന് നെറ്റിയിൽ തൊടിയിച്ചോട്ടെ, എല്ലാം നിൻ്റെ ഇഷ്ടം. ഞാൻ അപ്പം തന്നെ ശിവകുമാറിനെ വിളിച്ച് പറഞ്ഞ്, ശിവകുമാർ അവിടെ ഇരിപ്പുണ്ട് സാധനം, ഞങ്ങൾ തൊട്ടടുത്ത റൂമിലാണ്. ശിവകുമാർ നേരെ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു അരമണിക്കൂർ ഈ കീമോ കഴിഞ്ഞ് കിടക്കുന്ന ആളിനെ തൊട്ടാൽ പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ ഈ ക്യാമറ ചുറ്റും ഇങ്ങനെ ഒരു 10 ക്യാമറ നിൽക്കുക, ഒന്നും സംസാരിക്കാൻ വയ്യ. ഞാനെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് എൻ്റെ ചുണ്ടും അദ്ദേഹത്തിൻ്റെ ചുണ്ട് എൻ്റെ കാതിലുമായിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ കമന്ന് ഞാൻ ആ തലയുടെ അടുത്തോട്ട് ഇങ്ങനെ കിടന്നു. ആ ഒരു പ്രോസസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവുള്ള ഒരു ആത്മാവിൻ്റെ ഒരു അംശം ഇങ്ങനെ വിട്ടുപോകുന്നത് പാർട്ടിക്കിൾസായിട്ടാണല്ലോ. പോയ സമയത്ത് കുറച്ച് എൻ്റെ തലയിൽ എവിടെയോ കയറിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അതിന് ശേഷം എൻ്റെ ആ ഷോയിലുള്ള വർത്താനം, ഈ അണമുറിയാതുള്ള വർത്താനം, ഇതൊന്നും എൻ്റെ കഴിവല്ല. ഇതൊരു പരകായ പ്രവേശം പോലെ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. സുകുമാർ അഴീക്കോട് മാഷിൻ്റെ വലിയ അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്.